ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമ്മളിന്ന് നമ്മുടെ സെറ്റിൻ്റെ സബ്ജക്റ്റായ ലീനിയർ ഓൾജിബ്രയിൽ നമ്മുടെ സെറ്റിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെട്രിക്സ് തിയറിയിൽ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ലീനിയർ ഓൾജിബ്രയിൽ കംപ്ലീറ്റ് മൊഡ്യൂൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ ലീനിയർ ഓൾജിബ്ര മെട്രിക്സ് തിയറിനെ പറ്റിയുള്ള ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഓക്കെ, തുടർന്ന് നമ്മൾ വെക്റ്റർ സ്പേസ് അങ്ങനെയുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ കാണും. എല്ലാ സബ്ജക്ട്സും, അതായത് ലീനിയർ ഓൾജിബ്ര, റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, അതുപോലെയുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും ഒരു മോർ ദാൻ 100 ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മളിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ A, B, C element of Mn such that BA plus B square equal to I minus BA square, which of the following is always true? അതായത് ഇവിടെ എ ബി സി എന്ന് പറയുന്നത് എലമെൻ്റ് ഓഫ് എം എൻ ആണ്. അതായത് ഇതിൻ്റെ അർത്ഥം ഇതൊരു n ബൈ n മെട്രിക്സ് ആണ്. അതായത് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ് ഈ പറയുന്ന എ, ബി, സി. ഓക്കെ, സച്ച് ദാറ്റ് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ബി എ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു ഐ മൈനസ് ബി എ സ്ക്വയർ എന്നൊരു കണ്ടീഷനും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, എ ഈസ് നോൺ സിംഗുലാർ, ബി ഈസ് നോൺ സിംഗുലാർ, എ പ്ലസ് ബി ഈസ് നോൺ സിംഗുലാർ, എ ബി ഈസ് നോൺ സിംഗുലാർ. അപ്പോൾ നമ്മളിതിൽ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിറ്റർമിനൻറ്റ് ഓഫ് സപ്പോസ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് നോൺ സിംഗുലാർ ആയിരിക്കും. ഓക്കെ, നോൺ സിംഗുലാർ. വൈൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതെന്തായിരിക്കും? സിംഗുലാർ ആയിരിക്കും. ഓക്കെ ആണോ? ഡിറ്റർമിനൻറ്റ് ഓഫ് എന്തും ആയിക്കോട്ടെ, ഏതൊരു മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് സിംഗുലാർ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെയും എന്താണ് നമുക്ക് നോക്കണം, ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ ഒന്നാണ്, അതായത് ബി എ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു ഐ മൈനസ് ബി എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ, ഈ മൈനസ് ബി എ സ്ക്വയറിനെ എനിക്ക് ഇങ്ങടേക്ക് കൊണ്ടുവരാം. ഓക്കെ, അതായത് ബി എ സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു ഐ. ഓക്കെ ആണോ? എനിക്കിനി ഇവിടെ ഡിറ്റർമിനൻ്റ് ആണ് എനിക്ക് എടുക്കേണ്ടത്. അപ്പോൾ ആ ഡിറ്റർമിനൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിലെല്ലാം എന്തുണ്ട്? കോമൺ, ബി കോമൺ ഉണ്ട്. സോ ഐ ആം ടേക്കിംഗ് ബി ആസ് ഔട്ട്സൈഡ്. സോ ഐ ഗെറ്റ് എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എന്ന് എനിക്ക് കിട്ടി, ഈക്വൽ ടു ഐ. നൗ ഐ ആം ടേക്കിംഗ് ദ ഡിറ്റർമിനൻറ്റ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനൻറ്റ് ഓഫ് ബി, ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എന്ന് എഴുതാം, ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ. ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻറ്റ് ഓഫ് ബിയും ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബിയും എന്തായിരിക്കത്തില്ല? ഒരിക്കലും 0 ആകത്തില്ല. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് ബി 0 ആയാൽ ഈ കംപ്ലീറ്റ് ടേം 0 ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് ബി നമുക്ക് ഷുവറായിട്ട് എന്ത് പറയാം? വിച്ച് നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ബി എന്ന് പറയുന്നത് എന്താണ്? നോൺ സിംഗുലാർ.
ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി, അതായത് ബി ഈസ് നോൺ സിംഗുലാർ ആണ് റൈറ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എന്ത് തന്നെയാണ്, നോൺ സിംഗുലാർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാവുന്ന ഓപ്ഷൻ എന്താണ്, ബി ഈസ് നോൺ സിംഗുലാർ. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ബി സി എലമെന്റ് ഓഫ് എം എൻ ഓഫ് ആർ. അതായത് എയും ബിയും സിയും ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, സച്ച് ദാറ്റ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് സി ആണ്. അവിടെ സി എന്ന് പറയുന്നത് എന്താണ്, നോൺ സിംഗുലർ ആണ്. അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് സി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾവേസ് ട്രൂ. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഇതിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എ ബി പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി. നമുക്ക് ഡിറ്റർമിനൻ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബി കോമൺ എടുത്തു. അപ്പോൾ എന്ത് വന്നു, എ പ്ലസ് ബി ഈക്വൽ ടു സി. ദെൻ വി ആർ അപ്ലൈങ് ഡിറ്റർമിനൻറ്റ് ഓഫ് b into a plus b equal to det c, which means det of b into det of a plus b, and we are given that det c not equal to 0. That means this not equal to 0, which implies ഡിറ്റ് ബി ഒരിക്കലും 0 ആവത്തില്ല. അതുപോലെ തന്നെ ഡിറ്റ് ഓഫ് എ പ്ലസ് ബിയും ഒരിക്കലും 0 ആവത്തില്ല, അല്ലെങ്കിൽ രണ്ടും ഒരിക്കലും 0 ആവത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ബി ഈസ് നോൺ സിംഗുലാർ. ദാറ്റ് മീൻസ് ഡിറ്റ് ബി നോട്ട് ഈക്വൽ ടു 0, ഡിറ്റ് ബി നോട്ട് ഈക്വൽ ടു 0. അതുപോലെ തന്നെ ഡിറ്റ് എ പ്ലസ് ബി നോട്ട് ഈക്വൽ ടു 0. അതായത് എന്താണ്, ബി ഈസ് നോൺ സിംഗുലാർ. ബി എന്ന് പറയുന്നത് നോൺ സിംഗുലാർ ആണ്. വേറൊരു കൺക്ലൂഷൻ കൂടി പറയാം, എ പ്ലസ് ബി എന്ന് പറയുന്നതും എന്താണ്, നോൺ സിംഗുലാർ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഒരു സംശയം തോന്നാം, അതായത് നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബിനെ നമുക്ക് ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ബട്ട് ഡിറ്റ് ഓഫ് എ പ്ലസ് ബിനെ ഒരിക്കലും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റത്തില്ല, ഡിറ്റ് ഓഫ് എ പ്ലസ് ഡിറ്റ് ഓഫ് ബി എന്ന് ഒരിക്കലും എഴുതാനായിട്ട് പറ്റത്തില്ല. ഓക്കെ ആണോ? പക്ഷേ ട്രേസ് ഓഫ് എ പ്ലസ് ബിനെ നമുക്ക് ട്രേസ് എ പ്ലസ് ട്രേസ് ബി എന്ന് എഴുതാം. പക്ഷേ ട്രേസ് ഓഫ് എ ബിനെ ഒരിക്കലും ട്രേസ് എ ഇൻറ്റു ട്രേസ് ബി എന്ന് എഴുതാനായിട്ടും പറ്റത്തില്ല. അതാണ് നമ്മൾ എന്ത് ചെയ്തേ, ഇവിടെ നിന്ന് ബി കോമൺ എടുക്കാനായിട്ടുള്ള കാരണം. ഓക്കെ ആണോ? ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എസ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ സച്ച് ദാറ്റ് എ ഈസ് ഈക്വൽ ടു എ ഐ ജെ. ഇതൊരു 5/5 മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്, വിത്ത് എ ഐ ജെ ഈക്വൽ ടു 0 or 1 ഫോർ ഓൾ ഐ ജെ, ആൻഡ് summation I is equal to 1 for all j and summation I is equal to 1 for all I. അതായത് എ എന്ന് പറയുന്നത് ഒരു 5/5 മെട്രിക്സ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുവാണേ, ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ എ ഐ ജെ, ഇതൊരു എ ഐ ജെ ആണ്, ഇതും ഒരു എ ഐ ജെ ആണ്, ഇതും ഒരു എ ഐ ജെ ആണ്. അതായത് ഇത് A11, ഇത് A12, ഇത് A13 അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ 1ഉം 0ഉം അല്ലാണ്ട് വേറെ ഒന്നും വന്നിട്ടില്ല. സമ്മേഷൻ ഐ, അതായത് എന്താണ്, റോ സം എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? ഇവിടുത്തെ റോ സം 1 ആണ്, ഇവിടുത്തെ റോ സം 1 ആണ്, ഇവിടത്തെയും റോ സം 1 ആണ്.
അതുപോലെ തന്നെ കോളം സമ്മും എന്താണ് 1 ആണ്. അപ്പോൾ അത്തരത്തിലുള്ള എത്ര എകൾ നമുക്ക് എഴുതാനായിട്ട് പറ്റും, അതാണ് എവിടെയുള്ളത്, എസ്സിലുള്ള. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് എഴുതാനായിട്ട് പറ്റുമെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 1 ഇവിടെ കിടക്കുന്ന ഈ 1ന് ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം. ഓക്കെ, ഈ 1ന് 5 വേസിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ 1നും എത്രയൊക്കെ വേസിൽ മൂവ് ചെയ്യാൻ പറ്റും, ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, അല്ലേ? 4 വേസിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ ഇനി ഈ 1നോ ഇവിടെ വരാം, ഇവിടെ വരാം. ഓക്കെ, 3 വേസിൽ ഇവിടെയാണേലും ഇതിന് 2 വേസിൽ മൂവ് ചെയ്യാം. ഇവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം. ഓക്കെ, ഇവിടെയാണെങ്കിലോ 1 വേ. അതായത് ഇവിടെ 5 ഫാക്ടോറിയൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അല്ല, നമുക്ക് ഒരു തിയറി ആയിട്ട് വേണമെങ്കിൽ പറയാം. അതായത് ഒരു n/n മെട്രിക്സിൻ്റെ റോ സമ്മും കോളം സമ്മും 1 ആണ് എങ്കിൽ അത്തരത്തിലുള്ള എലമെൻസിൻ്റെ കളക്ഷനായ സെറ്റിൽ എത്ര എണ്ണം കാണുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ n ഫാക്ടോറിയൽ ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 5/5 മെട്രിക്സ് ആണ്. സോ നമുക്ക് ഒറ്റയടിക്ക് 5 ഫാക്ടോറിയൽ എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് a is equal to 5, 9, 8, 1, 8, 2, 9, 1, 0 satisfies. നമുക്കൊരു a തന്നിട്ടുണ്ട്. ഈ എനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് തന്നേക്കുന്നത്. ഫസ്റ്റ് വൺ, a is invertible and inverse has all integer entries. രണ്ടാമത്തത്, ഡിറ്റർമിനൻറ്റ് ഓഫ് a is odd. മൂന്നാമത്തത്, ഡിറ്റർമിനൻറ്റ് ഓഫ് a is divisible by 13. ഡിറ്റർമിനൻറ്റ് ഓഫ് a has at least 2 prime factors. അപ്പോൾ ഇവിടെ ഇൻവെർട്ടിബിൾ, ഡിറ്റർമിനൻറ്റ് ഒക്കെയുള്ള ഓപ്ഷൻസാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മടിയും കൂടാണ്ട് നമുക്ക് ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം, ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ് a ആണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് 5, 9, 8, 1, 8, 2, 9, 1, 0. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 8 ഇൻറ്റു 0 0 മൈനസ് 1 ഇൻറ്റു 2 2, ദെൻ മൈനസ് 9 ഇൻറ്റു 1 ഇൻറ്റു 0 0 മൈനസ് 9 ഇൻറ്റു 2 18. അതായത് 0 മൈനസ് 18 പ്ലസ് ദെൻ 8 ഇൻറ്റു 1 ഇൻറ്റു 1 1 മൈനസ് 9 ഇൻറ്റു 8 72. ഓക്കെ, which means 5 into minus 2 minus 10 plus 9 into 18 minus 8 into 71. ഓക്കെ, ഇനി നമ്മളിത് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് സിംപ്ലിഫിക്കേഷൻ കഴിയുമ്പോൾ -416 നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇതെന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, a എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണെന്ന് പറയാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ കൂടെ ഇൻവേഴ്സ് ഹാസ് ഓൾ ഇൻറ്റിജർ എൻട്രീസ്. അതായത് a ഇൻവേഴ്സിൽ എല്ലാം ഇൻറ്റിജർ എൻട്രീസ് ആവണമെങ്കിൽ ഇവിടുത്തെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ പ്ലസ് ഓർ -1 ആയാലാണ് എന്ത് പറയാനായിട്ട് പറ്റുള്ളൂ, ഇൻവേഴ്സിനെല്ലാം ഇൻറ്റിജർ എൻട്രീസ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇവിടെ -416 എന്ന് പറയുന്നത് ഓഡാണോ? അല്ല, അതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് ഓപ്ഷൻ അല്ല. ഇനി ഇത് 13 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ 416 ഡിവൈഡഡ് ബൈ, അപ്പോൾ എന്താ, നമ്മുടെ 416നെ 13 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ a is divisible by 13 എന്ന് പറയാനായിട്ട് പറ്റും.
ഇനി ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഹാസ് അറ്റ്ലീസ്റ്റ് 2 പ്രൈം ഫാക്ടേഴ്സ്. 2 പ്രൈം ഫാക്ടേഴ്സ് എങ്കിലും ഉണ്ട്. കാരണം 13 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. ഇനി ഈ 32നെ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2ഉം 13ഉം പ്രൈം നമ്പേഴ്സായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഈ ഓപ്ഷനും എന്താണ്, ശരിയാണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു, ഇവിടെ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഇതിനെ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എ എന്ന് വിളിക്കാം, ഇതിനെ ബി എന്ന് വിളിക്കാം, ഇതിനെ സി എന്ന് വിളിക്കാം, ഇതിനെ ഡി എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എയും ബിയും ഈക്വലാണ്, ഇവിടെ സിയും ഡിയും ഈക്വലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെട്രിക്സ് ഇതുപോലെ കമ്മ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇത്തരത്തിലുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഡിറ്റ് ഓഫ് എ ബി മൈനസ് ഡി സി. ഓക്കെ, അതാണ് ഇക്വേഷൻ. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി മൈനസ് ഡി സി. ഓക്കെ, സോ ഇത് മേലേക്ക് എഴുതാം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി മൈനസ് ഡി സി. ഓക്കെ, സോറി, അപ്പോൾ ഇത് ഡി ആണ്. ഇവിടെ എ ഈക്വൽ ടു ബി ആണ്, ഡി ഈക്വൽ ടു സി ആണ്. സോ വി ക്യാൻ റീറൈറ്റ് ദിസ് ആസ് ഡിറ്റ് ഓഫ് എ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഡിറ്റ് ഓഫ് എ സ്ക്വയർ. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. 1 0 0 0 1 0 0 0 1. ഓക്കെ, സോ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ ആയിരിക്കും. ഓക്കെ, സോ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ ഇവിടെ ഐ മൈനസ് ഡി സ്ക്വയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡി എന്ന് പറയുന്നത് 0 0 2 0 2 0 2 0 0. ഓക്കെ, അതായത് ഇവിടെ ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതേ ഇൻറ്റു എന്ത് ചെയ്യാം, ഒരു വട്ടം കൂടി ചെയ്യാം. 0 0 2 0 2 0 2 0 0. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 0 into 0 0 0 into 0 0 2 into 2 4 എന്ന് വരും. ഇനി അടുത്തത് 0 into 0 0 0 into 2 0 2 into 0 0. അടുത്തതും 0 വരും. അടുത്തത് again 0 4 0 0 0 4. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് വരുന്നു? ഇവിടെ നമുക്കിതിനെ 1 0 0 0 1 0 0 0 1 എന്ന് എഴുതാം. മൈനസ് ഇവിടെ 4 0 0 0 4 0 0 0 4 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് മീൻസ് ഡിറ്റ് ഓഫ് 1 minus 4 minus 3 others 0 0 1 minus 4 minus 3 0 0 0 minus 3. ഓക്കെ, ഇനി ഡിറ്റർമിനൻറ്റ് ഓഫ് ഈ മെട്രിക്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ചിന്തിക്കാം, ഇവിടെ സ്പ്ലിറ്റ് ചെയ്തൂടെ? ഡിറ്റ് ഓഫ് എ ബി മൈനസ് ഡിറ്റ് ഓഫ് ഡി സി ചെയ്തൂടെ? പറ്റുമോ?
ഡിറ്റ് ഓഫ് എ ബി ആണെങ്കിൽ ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി ചെയ്യാം. പക്ഷേ ഡിറ്റ് ഓഫ് എ പ്ലസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി ഫോമിലാണെങ്കിൽ ഒരിക്കലും സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് നോക്കിക്കേ, ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് സോ ഇവിടെ -3 into -3 into -3 which is equal to -27. So next question, ഡിറ്റർമിനൻറ്റ് ഓഫ് എ. ഈ പറയുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ പഠിച്ചു വയ്ക്കുക. -1 whole raised to greatest integer part of n by 2. ഓക്കെ ആണോ? ഓക്കെ, ദാറ്റ് മീൻസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ, അതായത് ഇവിടെ കംപ്ലീറ്റ്ലി 1 ആണ്. ഓക്കെ, ഡയഗണൽ എൻട്രീസ് കംപ്ലീറ്റ്ലി 1 ആണ്, റിമൈനിങ് എല്ലാം 0 ആണ്. അത്തരത്തിലുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? -1 ഹോൾ റേസ് ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പാർട്ട് ഓഫ് n by 2. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 1 0 അല്ലെങ്കിൽ 0 1. ഇവിടെ ഇതിനെ ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് ആക്കാനായിട്ട് നമുക്ക് ഒരു ട്രാൻസിഷൻ മതി. ഓക്കെ, അതായത് ഇവനെ ഇങ്ങടേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ അവൻ ഇങ്ങടേക്ക് വരും. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ മതി. അതായത് ഇതൊരു ഈവൻ മെട്രിക്സ് ആണ് എങ്കിൽ n/2 ട്രാൻസിഷൻസ് മതി. അതായത് 2/2 = 1 ട്രാൻസിഷൻ മതി. ഇനി പകരം ഇതൊരു ഓഡ് മെട്രിക്സ് ആണെങ്കിൽ അവിടെ n-1/2 ട്രാൻസിഷൻസ് വേണം. ഓക്കെ, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എടുത്താലും പ്രശ്നമില്ല. അപ്പോൾ അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. -1 ഹോൾ റേസ് ടു n/2 ട്രാൻസിഷൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let S be set of all primes P such that A is equal to 1 2 0 0 3 -1 -2 0 2 is invertible when considered as matrix with entries in ZP. Which of the following statements are true? അതായത് ഇവിടെ എസ് എന്ന് പറയുന്നത് പ്രൈമിൻ്റെ കളക്ഷനാണ്. പ്രൈമിൻ്റെ കളക്ഷനാണ് എസ്. ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. ഈ പറയുന്ന എ എന്താണ്? ഇൻവെർട്ടിബിൾ ആണ് വെൻ കൺസിഡേർഡ് ആസ് എ മെട്രിക്സ് വിത്ത് എൻട്രീസ് ഇൻ ZP. അതായത് ഡിറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 മോഡ് പി. ഓക്കെ, ഡിറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 മോഡ് പി ആകുന്ന പികളുടെ കളക്ഷനാണ് എവിടെയുള്ള എസ്സിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ എസ്സിൽ ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് കാണും എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന എ എന്താവുള്ളൂ? ഇൻവെർട്ടിബിൾ ആവുള്ളൂ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഇൻവെർട്ടിബിൾ ആണ് തന്നിട്ടുണ്ട്. പിന്നെ വെൻ കൺസിഡേർഡ് ആസ് എ മെട്രിക്സ് വിത്ത് എൻട്രീസ് ഇൻ ZP, അതായത് അണ്ടർ മോഡ് പി നമ്മൾ എടുക്കുമ്പോഴും എന്ത് തന്നെയായിരിക്കണം? ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആവണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എസ്സിലുള്ള പ്രൈം നമ്പേഴ്സാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ പറയുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്ത് നോക്കാം. 1 2 0 0
3 മൈനസ് 1 മൈനസ് 2 0 2. അപ്പോൾ 1 ഇൻറ്റു 3 ഇൻറ്റു 2 6 6 മൈനസ് 0 മൈനസ് 2 ഇൻറ്റു 0 മൈനസ് 2 ഇൻറ്റു മൈനസ് 1 2 പ്ലസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 6 പ്ലസ് 4 ഈക്വൽ ടു 10 ആണ്. ഓക്കെ, ഇവിടെ 10 നോട്ട് ഈക്വൽ ടു 0 മോഡ് പി. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് ഇപ്പോൾ 2 വന്നാൽ, ഓക്കെ, 2 വന്നാൽ ഇവിടെ 0 ആവത്തില്ലേ? കാരണം 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അപ്പോൾ 10 ഈക്വൽ ടു 0 മോഡ് 2 ആണ്. ഓക്കെ, 10 ഈക്വൽ ടു 0 മോഡ് 2 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 10 ഈക്വൽ ടു 0 മോഡ് 5 ആണ്. ഓക്കെ, പിന്നെ വേറെ പ്രശ്നങ്ങളില്ല അല്ലേ? 2ഉം 5ഉം ആണ് 10നേക്കാൾ താഴെ വരുന്ന പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഈ 2ഉം 5ഉം വന്നാലാണ് എന്താവുള്ളൂ? ഈ പറയുന്ന ഡിറ്റ് എ ഈക്വൽ ടു 0 ആവുള്ളൂ. ഇവിടെ ഡിറ്റ് എ എന്താണ് പറഞ്ഞേക്കുന്നത്? ഇൻവേർട്ടിബിൾ, നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ ഈ 2ഉം 5ഉം ആ പറയുന്ന എസ്സിൽ കാണുമോ? ഇല്ല. അപ്പോൾ എസ് കണ്ടെയ്ൻസ് ഓൾ പ്രൈം നമ്പേഴ്സ് വരുമോ? ഇല്ല. എസ് കണ്ടെയ്ൻസ് ഓൾ പ്രൈം നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 10. അത് എന്താണ്? ശരിയാണ്, കാരണം ഗ്രേറ്റർ ദാൻ 10 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ. ഇനി എസ് കണ്ടെയ്ൻസ് ഓൾ പ്രൈം നമ്പേഴ്സ് അതർ ദാൻ 2 ആൻഡ് 5. അതും എന്താണ്? ശരിയാണ്. എസ് കണ്ടെയ്ൻസ് ഓൾ ഓഡ് പ്രൈം നമ്പേഴ്സ്. അത് വരുമോ? കാരണം 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് പ്രൈം നമ്പറാണ്. അപ്പോൾ അതും വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസാണ് വരിക. ഇനി ഇതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എസ് ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഓൾ പ്രൈംസ് പി സച്ച് ദാറ്റ് എ നമുക്ക് തന്നിട്ടുണ്ട് ഹാസ് ആൻ ഇൻവേഴ്സ് ഇൻ ദ ഫീൽഡ് ഇസെഡ് ഓവർ ഇസെഡ് പി. അപ്പോഴും സെയിം മീനിങ് തന്നെ. ഓക്കെ, അതായത് ഡിറ്റ് എ നോട്ട് ഈക്വൽ ടു 0 മോഡ് പി. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പിയിൽ ആരൊക്കെ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുക? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യുക. ഡിറ്റ് എ എന്ന് പറയുന്നത് എന്താണ്? 91 ഇൻറ്റു 31 ഇൻറ്റു 59 മൈനസ് 0 മൈനസ് 31 ഇൻറ്റു 29 ഇൻറ്റു 50 29 ഇൻറ്റു 59 പ്ലസ് 0. ഓക്കെ, നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 1 3 3 9 8 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇതിൽ ഈ ഡിജിറ്റിനെ നമുക്ക് 2 വെച്ച് 31 വെച്ച് 59 വെച്ച് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിവിഷൻ പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിജിറ്റ് മോഡ് 2 അല്ലെങ്കിൽ ഇത് മോഡ് 31 ഇത് മോഡ് 59 എന്തായി പോകുന്നു? 0 ആയി പോകുന്നു. ഓക്കെ, അപ്പോൾ 2ഉം 31ഉം 59ഉം വരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിൽ 31 ഉണ്ട്, സെക്കൻഡ് ഓപ്ഷനിലാണെങ്കിലും 39 59 ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ വരത്തില്ല, ഈ ഓപ്ഷൻ വരത്തില്ല. ഇവിടെയാണെങ്കിൽ 7ഉം 13ഉം ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ 59 വരുന്നുണ്ട്. അപ്പോൾ ആ ഓപ്ഷനും റോങ് ആണ്. പിന്നത്തെ ഓപ്ഷൻ എസ് ഇൻഫൈനൈറ്റ്. റിമൈനിങ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് കുറേയും പ്രൈം നമ്പേഴ്സ് ഇല്ലേ? അപ്പോൾ എസ് ഇൻഫൈനൈറ്റ് ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും 2 വെച്ച് ഡിവിസിബിളാണ്, 31 വെച്ച് ഡിവിസിബിളാണ്, 59 വെച്ച് ഡിവിസിബിളാണ്. അപ്പോൾ ഈ 3 ആൻസേഴ്സും വരത്തില്ല. അത് വന്നാൽ ഡിറ്റ് എ എന്തായി പോകും? 0 ആയി പോകും. ഓക്കെ, റിമൈനിങ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എ എലമെൻറ്റ് ഓഫ് എം എൻ ഓഫ് ആർ
n ഈക്വൽ ടു 5. എ എന്ന് പറയുന്നത് ഒരു 5/5 സ്ക്വയർ മെട്രിക്സ് ആണ്. സം ഓഫ് എൻട്രീസ് ഇൻ ഈച്ച് റോ ഓഫ് എ ഇസ് 1. ദെൻ സം ഓഫ് ഓൾ എൻട്രീസ് ഓഫ് എ ക്യൂ. നമ്മൾ സിമ്പിളായിട്ട് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു 3/3 മെട്രിക്സ് എടുക്കാം. ഇവിടെ ഓരോ റോയിൻ്റെയും സം എന്താണ്? 1 ആണ്. ഓക്കെ, സപ്പോസ് ഇത് എ. ഇപ്പോൾ എ സ്ക്വയർ എടുത്താലും എന്ത് തന്നെയാണ് കിട്ടുന്നത്? ഇത് തന്നെയാണ് കിട്ടുന്നത്. എ ക്യൂബ് എടുത്താലോ? എ ക്യൂബ് എടുത്താലും ഈ സെയിം മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ എല്ലാ എൻട്രീസിൻ്റെ സം എന്ന് പറയുന്നത് എന്താ? 1, 2, 3 ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ n ഈക്വൽ ടു 5 ആണല്ലോ. അതിപ്പോൾ എ ക്യൂബിലായാലും ആ ഒരു 5/5 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ആ 5/5 ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയായിരിക്കും എന്ത്? എ ക്യൂബും. ഓക്കെ, അപ്പോൾ സം ഓഫ് ഓൾ എൻട്രീസ് ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, ആ മെട്രിക്സ് ഇങ്ങനെ ഇരിക്കും. 1 0 0 0 0 0 1 0 0 0 0 0 1 0 0 0 0 0 1 0 0 0 0 0 1. സം ഓഫ് ഓൾ എൻട്രീസ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. സോ ആൻസർ സി. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് അതിൻ്റെ എന്ത് പവർ എടുത്താലും എന്ത് തന്നെ കിട്ടാം? ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജെ ബി മെട്രിക്സ് വിത്ത് 101 റോസ് ആൻഡ് കോളം. ഓക്കെ, n ഈക്വൽ ടു, ഇവിടെ n ഈക്വൽ ടു 5 ഇല്ല കേട്ടോ. ഓക്കെ, വിത്ത് ഓൾ എൻട്രീസ് 1, ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് j മൈനസ് i ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ j എന്ന് പറയുന്നത് എന്താണ്? എല്ലാ എൻട്രീസും 1 ആയിട്ടുള്ള 1 1 1 എക്സെട്ര അപ് ടു 101 ടൈംസ് ഉണ്ട്. ഇവിടെ അപ് ടു 1 1 1 എക്സെട്ര 1, ഇവിടെയൊക്കെ 1. ഓക്കെ, ഇതാണ് നമ്മുടെ ജെ. 101 റോസും ഉണ്ട്, 101 കോളംസും ഉണ്ട്. ഇനി ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു 1 0 0 to 0, അതുപോലെ തന്നെ 0 0 അങ്ങനെ പോയി 1. ഓക്കെ, നമ്മൾ ഇനി കാണേണ്ട എന്താണ്? ഡിറ്റർമിനൻറ്റ് ഓഫ് ജെ മൈനസ് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡിറ്റർമിനൻറ്റ് ഓഫ്, അപ്പോൾ ജെയും ഉണ്ട് ഐയും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഡിറ്റർമിനൻറ്റ് ഓഫ് ജെ മൈനസ് ഐ എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെ ഇരിക്കും? ഇത് കുറയ്ക്കുമ്പോൾ 0 1 1 1 1 1 അങ്ങനെ പോവും. ഇവിടെയും അതായത് ഡയഗണൽ എൻട്രീസ് 0 ആയിട്ട് നിൽക്കും, ബാക്കിത്തെ എല്ലാം 1 1 1. ഇവിടെയാണെങ്കിലും ഡയഗണൽ എൻട്രീസ് 1 ആയിട്ട് നിൽക്കും. അങ്ങനെ പോകുന്നൊരു മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്കിതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണണം. ഇവിടെ ഈ പറയുന്ന ഡയഗണൽ എൻട്രീസ് ആണ് എന്ത്? സീറോസ്, ബാക്കി എല്ലാം 1 ആണ്. നമുക്കിത് സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഫസ്റ്റ് 0 ബാക്കി എല്ലാം 1 ആണ്. ഇവിടെയും ഒരു 0 ബാക്കി എല്ലാം 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുവാണ്. അതായത് ഈ R1 എന്ന് പറയുന്നത് റിമൈനിങ് റോസിൻ്റെ സമ്മ്. അതായത് അപ്പോൾ ഇവിടെ എന്ത് വരും? 100 വരും, ഇവിടെയും 100 വരും. കാരണം ടോട്ടൽ 101 ഉണ്ട്, ഇവിടെ ഒരെണ്ണം 0 ആലോ, അപ്പോൾ ടോട്ടൽ 100 വരുമല്ലോ. അപ്പോൾ ഇവിടെ വരുന്നത് 100 100 100 എക്സെട്ര അപ് ടു 101 ടൈംസ് 100. താഴത്തേക്ക് 1 0 1 1 1 1 0 1 1 1 1 അങ്ങനെ പോവാം.
ഓക്കെ, ഇനി ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഈ റോയിനെ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാം. അതായത് ഈ R2 ഇംപ്ലൈസ് R2 മൈനസ് R3 ചെയ്യുവാണേ. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ 0 വരും, ഇവിടെ -1 വരും, പിന്നെ 1 വരും, അങ്ങനെ പോകും. ഓക്കെ, ഇനി അടുത്തതും അതുപോലെ തന്നെ ഞാൻ ചെയ്യുവാണെങ്കിൽ ഇവിടെ 0 വരും, 0 വരും, അടുത്തത് -1 വരും, ഇങ്ങടേക്ക് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആദ്യം 100, പിന്നെ -1, -1, അടുത്തതും -1, അങ്ങനെ താഴത്തേക്കുള്ള ഒക്കെ 0 അപ്പോൾ ഇത് എന്താണ്, ഈ ഒരു മെട്രിക്സിൽ ഇവിടെ എന്താണ്, താഴത്തെ കംപ്ലീറ്റ് ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഇവിടെ കംപ്ലീറ്റ് എന്താണ്, ഡിനോമിനേറ്റർ കംപ്ലീറ്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതായത് ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടാൽ മതി. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്, ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ എൻട്രീസ്, അതായത് 100 × -1 ഹോൾ റേസ് ടു എത്ര എണ്ണം ഉണ്ട്, 100 എണ്ണം ഉണ്ട് അല്ലേ. ഹോൾ റേസ് ടു 100 എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു 100 × -1 ഹോൾ റേസ് ടു 100 മീൻസ് 1, വിച്ച് ഈസ് ഈക്വൽ ടു 100 itself. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇങ്ങനെ ഒന്ന് കിട്ടി, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യുന്നൊരു കാര്യം, നമുക്ക് അറിയാവുന്ന, അതായത് ഈ ഒരു ഫോമിലേക്ക് എത്തിക്കുക, ഒരു ട്രയാങ്കുലർ, ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെ ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗം എന്താണ്, നമ്മളിത് ആഡ് ചെയ്ത് വിടുക. ഓക്കെ, ഓക്കെ ആണോ? അപ്പോൾ അതിനു വേണ്ടി ഇവിടെ 0 ആണേ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ കോളം കംപ്ലീറ്റ് ആഡ് ചെയ്ത് മേലെ എഴുതി, അടുത്തത് ഈ കോളം കംപ്ലീറ്റ് ആഡ് ചെയ്ത് മേലെ എഴുതി, അങ്ങനെ എഴുതി. ഓക്കെ, ഇനി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഈ ഡയഗണൽ എൻട്രീസൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് ഈ ഒരു പാർട്ടോ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടോ 0 ആക്കുക എന്നുള്ള ലക്ഷ്യമാണ് പിന്നെയുള്ളത്. അപ്പം നമുക്ക് നോക്കുമ്പോൾ ഇതിനിപ്പോൾ 0 ആക്കാൻ ഈ R2 gives R2 മൈനസ് R1 ചെയ്താൽ മതി. അങ്ങനെയാണ് നമുക്ക് ഇങ്ങടേക്ക് എത്തി. ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ എളുപ്പമല്ലേ, ഇങ്ങനത്തെ മെട്രിക്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാനായിട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് ആൻസർ കിട്ടുക. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പോൾ ഒന്നും കൂടി പറയാം, ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളൊന്നുമില്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലെങ്കിൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലേക്ക് ആക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ്, നമുക്ക് ഡിറ്റർമിനൻ്റ് കാണാൻ അറിയില്ലെങ്കിൽ അതിലേക്ക് ആക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലേക്ക് ഓർത്ത് വയ്ക്കുക. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലേക്ക് ആക്കി. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, നമുക്ക് കാണാൻ പറ്റുന്നില്ലയോ അവിടെ വെച്ച് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിനൻറ്റ് ഓഫ് ദ മെട്രിക്സ്. ഇതാണ് മെട്രിക്സ് 1 1 + x 1 + x + x², 1 1 + y 1 + y + y², 1 1 + z 1 + z + z². അപ്പോൾ നമുക്കിതിനെ റീറൈറ്റ് ചെയ്യാം. എങ്ങനെ റീറൈറ്റ് ചെയ്യാം, അതായത് ഈ മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ, 1 1 1 1 1 1 1 1 1, അതായത് ഇതും 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 എടുത്തു. ഓക്കെ, ഇനി പ്ലസ് അടുത്തത് 1 1 1, നമുക്ക് ഇവനെ വെച്ചുകൊണ്ട് തന്നെ പോവാം. 1 1 1, അടുത്തത് നമുക്ക് ഇതെടുക്കാം, എക്സ് വൈ ഇസഡ്, അടുത്തത് 1 1 1 1 1 1, x², y² z², അടുത്തത് 1 1 1, അടുത്ത പോസിബിലിറ്റി എക്സ് വൈ ഇസഡ് 1 1 1, ഇനി അടുത്തത് 1 1 1 എക്സ് വൈ ഇസഡ് എക്സ് വൈ ഇസഡ്, ഇനി അടുത്തത് 1 1 1 എക്സ് വൈ ഇസഡ് x² y²
ഇസഡ് സ്ക്വയർ. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന മെട്രിക്സിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ 2 കോളംസ് ഈക്വലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആയി പോകുന്നു. ഇവിടെയും 2 കോളംസ് ഈക്വലായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെയും ഡിറ്റർമിനൻറ്റ് 0 ആണ്. അതായത് ഈ ഒരു മെട്രിക്സിനെയാണ് നമ്മൾ ഇത്രയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും എന്താണ്? ഇവിടെ രണ്ടും സെയിം വരുന്നു, 0 ആയി പോവും. ഇവിടെ ഇതും സെയിം വരുന്നു, 0 ആയി പോവും. ഇവിടെയാണെങ്കിൽ ഇതും സെയിം ആയി പോകുന്നു, 0 ആയി പോകുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. ഇത് നമുക്കറിയാം, ഇതെന്ത് മെട്രിക്സ് ആണ്? വാൻ ഡെർ മോഡ് മെട്രിക്സ് ആണ്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ്. അപ്പോൾ ഈ ഓപ്ഷനല്ല, ഇവിടെ എക്സ് മൈനസ് വൈ, വൈ മൈനസ് ഇസഡ് മൈനസ് എക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതുമല്ല. ഇനി അടുത്തത് ഇവിടെ നേരെ ഇവിടെ ഇസഡ് മൈനസ് എക്സ് നോക്കി, എക്സ് മൈനസ് വൈയും അതുപോലെ തന്നെ വൈ മൈനസ് ഇസഡും വരണ്ടേ. അപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് എടുത്താലും ആ മൈനസും പ്ലസ്സായി ഈ ഫോമിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആൻസറായിട്ട് വരിക. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ലെറ്റ് എ ബി എലമെൻറ്റ് ഓഫ് എം എൻ ഓഫ് ആർ, അതായത് n/n സ്ക്വയർ മെട്രിക്സ് ആണ്. സച്ച് ദാറ്റ് ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുപോലെ തന്നെ ഡിറ്റർമിനൻറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, കൺസിഡർ സി ഓഫ് ടി ഈക്വൽ ടു ടി എ പ്ലസ് 1 മൈനസ് ടി ബി ദെൻ. അപ്പോൾ ഇവിടെ സി ഓഫ് ടി ഇൻവെർട്ടിബിളായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർമിനൻറ്റ് ഓഫ് സി ഓഫ് ടി നമ്മൾ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ് സി ഓഫ് ടി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് ടി എ പ്ലസ് 1 മൈനസ് ടി ഇൻറ്റു ബി. ഓക്കെ ആണോ? ഇവിടെ നമുക്ക് ടി റേഞ്ചസ് ഫ്രം 0 to 1. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിറ്റ് ഓഫ് സി ഓഫ് 0 ഫൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ഡിറ്റ് ഓഫ് ഇത് 0 ആയി പോവും. ഇവിടെ ഡിറ്റ് ഓഫ് ബി വരും. ഓക്കെ, ഇത് ലെസ് ദാൻ 0 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഡിറ്റർമിനൻറ്റ് ഓഫ് സി ഓഫ് 1 കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഡിറ്റ് ഓഫ് 1 ഇൻറ്റു എ പ്ലസ് ഇത് 0 ആയി പോവും. ഇതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇവിടെ ഡിറ്റ് ഓഫ് സി ഓഫ് 0 എന്ന് പറയുന്നത് ലെസ് ദാൻ 0യും ഡിറ്റ് ഓഫ് സി ഓഫ് 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0യും ആണ്. അപ്പോൾ നമുക്കൊരു തിയറം ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം അനുസരിച്ച്. ഇപ്പോൾ ഡിറ്റ് ഓഫ് സി ഓഫ് 0 ലെസ് ദാൻ 0യും ഇവിടെ ഗ്രേറ്റർ ദാൻ 0യും ആണെങ്കിൽ, അതായത് നമ്മുടെ 0, 1 ഏതെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടാകും. ഓക്കെ, ആ പോയിൻ്റിൽ എന്താണ് നമ്മുടെ ഇത് എന്തായിരിക്കും? നോട്ട് ഇൻവേർട്ടിബിൾ. അതായത് ഡിറ്റ് ഓഫ് സി ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് നോട്ട് ഇൻവേർട്ടിബിൾ ആയിരിക്കും. നോട്ട് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എന്താവണം? ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആവണം. ഓക്കെ, നോട്ട് ഇൻവെർട്ടിബിൾ മീൻസ് ഡിറ്റർമിനൻറ്റ് ഓഫ് സി ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആകുന്ന ഒരു പോയിൻ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ, ലെറ്റ് എ ബി എ 5/5 സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് 2 പോയിൻറ്റ്സ് മനസ്സിലാക്കി വെക്കാനുണ്ട്. ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഡയഗണൽ എൻട്രീസ് ഓഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് ആർ 0 ആണ്. ഓക്കെ, പിന്നെ അപ്പോൾ ആ കാര്യം ഓക്കെയാണല്ലോ.
അപ്പോൾ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയഗണൽ എൻട്രീസ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് എങ്കിൽ ഇഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് വിത്ത് ഓഡ് ഓർഡർ ആണ് എങ്കിൽ, ഓക്കെ, അപ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്, ഓഡ് ഓർഡർ ആണ് എങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഓർക്കുക. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് കംപ്ലീറ്റ്ലി 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് എന്താ? സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ആണ്, അത് 0 ആയിരിക്കും. ഓക്കെ, അവിടെ എന്താണ്, അതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണോ എന്നൊരു നിർബന്ധവുമില്ല. അതായത് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സോ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണോ എന്നൊരു നിർബന്ധവുമില്ല. ഇനിയിപ്പോൾ ഈ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലെങ്കിൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെയൊക്കെ അവിടെയാണ് ഡിറ്റർമിനൻറ്റ് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് നോക്കാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണ്, ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം 0 എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അവിടെ എന്താണ്, ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സോ ലോവർ ട്രയാങ്കുലർ മെട്രിക്സോ അല്ലാതെ ആവുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ്, ഡിറ്റർമിനൻറ്റ് 0 എന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും അത് ഓഡ് ഓർഡറും ആണ് എങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും, ഡിറ്റർമിനൻറ്റ് 0 ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഇവിടെ ബി എന്ന് പറയുന്നത് എന്താ? ബി എന്ന് പറയുന്നത് വീണ്ടും ഒരു 5/4 സിമെട്രിക് മെട്രിക്സ് ആണ്. സ്ക്യൂ സിമെട്രിക് എന്ന് പറയുമ്പോൾ എ ഈസ് ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ്, സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ്. ഇവിടെ ഐ ജെത്ത് എൻട്രി ഈസ് ദ ബൈനോമിയൽ കോഎഫിഷ്യൻറ്റ് ഐ സി ജെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതിലെ എൻട്രീസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൺസിഡർ ദ 10/10 മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സി, ഇവിടെ സി തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഓപ്ഷനിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് സീനെ പറ്റി പറയുന്നുണ്ട്, ട്രേസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിയുടെ ഡിറ്റർമിനൻറ്റും ട്രേസും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് സി എന്ന് പറയുന്നത് ഇതെന്താണ്, ഒരു ബ്ലോക്ക് മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്, എ പ്ലസ് ബി എഗെയിൻ ഇസ് എ മെട്രിക്സ്. ഇതൊരു ബ്ലോക്ക് മെട്രിക്സ് ആണ്. അപ്പോൾ ഒരു ബ്ലോക്ക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇതെന്താണ്, ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ആണ്. ഓക്കെ, ഇനി ട്രേസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ട്രേസ് ആണെങ്കിൽ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. ഇവിടെ ബ്ലോക്ക് മെട്രിക്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, അതുപോലെ തന്നെ ട്രേസ് സി എന്ന് പറയുന്നത് എന്താണ്, ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് ബി ആണ്. ഓക്കെ, ഇനി ഇവിടെ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, എന്തായാലും 0 ആണെന്ന് ഉറപ്പിക്കാം. ഇനി ഡിറ്റർമിനൻറ്റ് ഓഫ് ബി എന്തും ആയിക്കോട്ടെ, ഇതെന്താണ്, 0 ആണ്. അപ്പോൾ ഡിറ്റ് സി ഈക്വൽ ടു എന്താണ്, 0 ആണ്. ഓക്കെ, ഇനി ട്രേസ് ഓഫ് സി, ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, അത് 0 ആണ്. ഓക്കെ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്, അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ എന്താണ്, 0 ആണ്. പ്ലസ് ട്രേസ് ഓഫ് ബി, ഇവിടെ ട്രേസ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്, അതായത് ഈ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ അത് ഏതൊക്കെയാണ് വരിക, ഇവിടെ ബി എന്ന് പറയുന്നത് ഇവിടെ ഐ സി ജെ ആണ്. അതായത് ഇവിടെ 1C1 1C2 1C3 1C4 1C5, അടുത്തതാണെങ്കിൽ 2C1 2C2 2C3 2C4 2C5, അടുത്താണെങ്കിൽ 3C1 3C2 3C3 3C4 3C5,
ഓക്കെ, അടുത്തതാണെങ്കിൽ 4C1, 4C2, 4C3, 4C4, 4C5, അടുത്തത് 5C1, 5C2, 5C3, 5C4, 5C5. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ എൻട്രീസ് ആണ് ഇത്. ഓക്കെ, 1C1 means 1, 2C2 means 1, 3C3 means 1, 4C4 means 1, 5C5 means 1. അപ്പോൾ ട്രേസ് എന്ന് പറയുന്നത് എന്താ? 1 + 1 + 1 + 1 + 1, ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ട്രേസ് ഓഫ് സി 5ഉം ഡിറ്റർമിനൻ്റ് ഓഫ് സി എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 0 ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ആകെ 2 പ്രോപ്പർട്ടീസാണ് പഠിച്ചു വെക്കേണ്ടത്. ഒന്ന്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ എലമെൻറ്റ്സ് മുഴുവനും എന്താണ്? 0 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണോ എങ്കിൽ ഇപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആണെങ്കിൽ അതിൽ നിന്നും ട്രേസ് എന്താണ്? 0 എന്ന് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഡിറ്റർമിനൻറ്റിനെ പറ്റി നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അതൊരു ഓഡ് ആണ് എങ്കിൽ അവിടെ ഡിറ്റർമിനൻറ്റ് 0 ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. പിന്നെ ട്രേസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അത് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. ഏതൊരു മെട്രിക്സിൻ്റെയും അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ മെട്രിക്സ് ആസ് ഗിവൺ ബിലോ വിച്ച് ഓഫ് ദം സാറ്റിസ്ഫൈസ് a⁻6 ഈക്വൽ ടു i. അപ്പോൾ a⁻n എന്തോ ആയിക്കോട്ടെ അത് ഈക്വൽ ടു i ആവണമെങ്കിൽ, അതായത് n ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് എന്താവണം? 2π ആയാൽ നമുക്ക് a⁻n എന്ന് പറയുന്നത് i ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇവിടെ തീറ്റ എന്താണ്? π/4, ഇവിടെയും π/4, ഇവിടെയും π/4 അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് n എന്താണ്? 6 ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് π/4 ആണ്. ഓക്കെ, ഇത് 2π ആണോ? നോട്ട് ഈക്വൽ ടു 2π ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ വരത്തില്ല. ഇനി നെക്സ്റ്റ് നോക്കാം, ഇവിടെ 6 ഇൻറ്റു π/3. ഓക്കെ, ഈ 3യും 6ഉം ക്യാൻസലാക്കിയ 2 വരും, ഈക്വൽ ടു 2π. അപ്പോൾ ഇത് ആൻസറാണ്. ഇനി അടുത്ത് നോക്കിക്കേ, 6 ഇൻറ്റു π/6 അതായത് പൈ നോട്ട് ഈക്വൽ ടു 2π. അപ്പോൾ ഇതും വരത്തില്ല. ഇനി നെക്സ്റ്റ് 6 ഇൻറ്റു π/2 എന്ന് പറയുന്നത് എന്താണ്? 3 അതായത് 3π വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 2π. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ മാത്രമാണ്, അതായത് a⁻6 അതായത് 6 ടൈംസ് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? i കിട്ടും. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ്, a⁻n i ആവണമെങ്കിൽ n ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 2π ആയിരിക്കണം. ഇത് നോക്കിക്കേ, ഇതെല്ലാം ഓർത്തോഗണൽ മെട്രിക്സുകളാണ്. ഓക്കെ, അതും കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഓർത്തോഗണൽ മീൻസ് a ഇൻറ്റു a ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? i കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ദ പെർമ്യൂട്ടേഷൻ സിഗ്മ തന്നിട്ടുണ്ട്. ദ മെട്രിക്സ് എ ഡിഫൈൻ ടു ദ വൺ ഹൂസ് ith കോളം ഈസ് ദ സിഗ്മ ഓഫ് ith കോളം ഓഫ് ദി ഐഡൻറ്റിറ്റി മെട്രിക്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. ഇവിടെ നമുക്കൊരു പെർമ്യൂട്ടേഷൻ സിഗ്മ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ദ മെട്രിക്സ് എ ഡിഫൈൻ ടു ദ വൺ ഹൂസ് ith കോളം ഈസ് ദ സിഗ്മ ഓഫ് ith കോളം ഓഫ് ദി ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ, 1 3യിലേക്ക് മാപ്പ് ചെയ്തേക്കുന്നു, 2 1ലേക്ക്, 3 2ലേക്ക്, 4 5ലേക്ക്, 5 4ലേക്ക്. ദ മെട്രിക്സ് എ ഡിഫൈൻ ടു ദ വൺ ഹൂസ് ith കോളം ഈസ് ദ സിഗ്മ ഓഫ് ith കോളം ഓഫ് ദി ഐഡൻറ്റിറ്റി മെട്രിക്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് തേർഡ് റോ ഓഫ് ദി ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, തേർഡ് റോ എന്ന് പറയുമ്പോൾ 0 0 1 0 0. ഓക്കെ,
then second row of A is the first row of the identity matrix, that means 1 0 0 0 0. Then third row of A is the second row of the identity matrix, അതായത് 0 1 0 0 0. ആൻഡ് ഫോർത്ത് റോ ഓഫ് എ എന്ന് പറയുന്ന ഫിഫ്ത്ത് റോ ഓഫ് ഐഡൻറ്റിറ്റി മെട്രിക്സ്, അതായത് 0 0 0 0 1. ഫിഫ്ത്ത് റോ എന്ന് പറയുന്നത് ഫോർത്ത് റോ ഓഫ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇതാണ് നമ്മുടെ എ. ഓക്കെ, അതായത് നമുക്കൊരു പെർമ്യൂട്ടേഷൻ സിഗ്മ തന്നിട്ടുണ്ട്. ദ മെട്രിക്സ് എ ഈ സിഗ്മയായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ith column is the sigma of ith column of the identity matrix. അപ്പോൾ ആ എ കിട്ടിയത് എവിടെ നിന്നാണ്? നമ്മുടെ ഈ പെർമ്യൂട്ടേഷനിൽ നിന്നാണ് നമുക്ക് എ കിട്ടിയത്. ഇനി ഇവിടെ ചോദിച്ചേക്കുന്ന എ ഈക്വൽ ടു എ റേസ് ടു -2, അതായത് എന്താണ്? എ ഇൻറ്റു ഈ എ റേസ് ടു -2 ഇവിടെ വരുമ്പോൾ ഇൻറ്റു എ സ്ക്വയർ, അതായത് എ ക്യൂബ് ഈക്വൽ ടു ഐ ആണോ എന്ന് നോക്കണം, അതോ എ ഈക്വൽ ടു എ റേസ് ടു 4, അതായത് എ ക്യൂബ് ഈക്വൽ ടു ഐ ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ എ റേസ് ടു 4 ഈക്വൽ ടു ഐ ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ എ സ്ക്വയർ ഈക്വൽ ടു ഐ ആണോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നോക്കാനായിട്ട്, അതായത് ഈ പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് നോക്കിയാൽ പോരെ. ഓക്കെ, ഈ പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ഈ പറയുന്ന പെർമ്യൂട്ടേഷൻ്റെ ഓർഡർ ആയിരിക്കുമല്ലോ, കാരണം ഈ പെർമ്യൂട്ടേഷൻ ആണ് നമ്മൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പെർമ്യൂട്ടേഷൻ്റെ ഓർഡർ കാണാനായിട്ട് നമ്മൾ ആ പറയുന്ന പെർമ്യൂട്ടേഷനെ ഡിസ്ജോയിൻ സൈക്കിൾസ് ആയിട്ട് ആദ്യം എഴുതണം. അതായത് 1 3 2 എന്ന് പറയുന്നൊരു സൈക്കിൾ, കാരണം 1 3ലേക്ക് മാപ്പ് ചെയ്തു, 3 2ലേക്ക് 2 1, അപ്പോൾ അവിടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ 4 5ലേക്ക് മാപ്പ് ചെയ്തു, 5 4ലേക്ക് മാപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് LCM ഓഫ് ലെങ്ത് ഓഫ് ഡിസ്ജോയിൻ സൈക്കിൾസ്, അതായത് ഈ സൈക്കിളിൻ്റെ ലെങ്ത് എത്രയാണ്? 3, ഈ സൈക്കിളിൻ്റെ ലെങ്ത് എത്രയാണ്? 2. ഓക്കെ, അപ്പോൾ LCM ഓഫ് 3 ആൻഡ് 2, 3ൻ്റെയും 2ൻ്റെയും LCM എന്ന് പറയുന്നത് എന്താണ്? 6. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? എ റേസ് ടു 6 ആണ് എന്ത്? ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ എ ഈസ് ഈക്വൽ ടു എ റേസ് ടു -5 ആണ്. അപ്പോഴാണ് ഓപ്ഷൻ അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, എ റേസ് ടു 6 ഈക്വൽ ടു ഐ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരിക. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇവിടെ ഒരു പെർമ്യൂട്ടേഷൻ്റെ ഓർഡർ കാണാനുള്ള കാര്യമാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16. കൺസിഡർ എ ഈക്വൽ ടു കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ വെയർ തീറ്റ ഈക്വൽ ടു 2π/31. ദെൻ എ റേസ് ടു 2015 is. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, ഇഫ് എ റേസ് ടു n ഈക്വൽ ടു ഐ ഹാപ്പൻസ് ഓൺലി വെൻ n ഇൻറ്റു തീറ്റ ഈക്വൽ ടു 2π, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 2015 ഇൻറ്റു തീറ്റ ഗിവൺ ആണ് 2π/31. ഓക്കെ, സോ we can divide this 2015 using 31 and we get 65. Okay, so നമുക്ക് 65 ഇൻറ്റു 2π എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് എന്താണ്? ദാറ്റ് മീൻസ് എ റേസ് ടു 65, സോറി 1 second, എ റേസ് ടു 31 എന്ന് പറയുന്നത് എന്താണ്? ഐ ആണ്. ഹോൾ റേസ് ടു 65 ആണ് എന്ത്? 2015. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ഐ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2π അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 2π, മനസ്സിലായോ? അങ്ങനെ വന്നാൽ എന്താണ്? അത് ഐ ആയിരിക്കും. ഓക്കെ,
ക്ലിയർ ആണോ? കാരണം എന്താണ്, ഈ A⁻31 എന്ന് പറയുന്നത് ഐ ആണെന്ന് ഉറപ്പിക്കാമല്ലോ. അപ്പോൾ I⁻, എന്ത് ഇപ്പോൾ ഐ അതൊരു വട്ടം മൾട്ടിപ്ലൈ ചെയ്തു, 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്തു, 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് തന്നെ കിട്ടുക, ഐ തന്നെയാണ് കിട്ടുക അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഒരു കോൺസെപ്റ്റ് മാത്രം ഓർത്തിരുന്നാൽ മതി, അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ പവർ എന്തും ആയിക്കോട്ടെ, അതെന്ത് തന്നെയായിരിക്കും, ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ എലമെൻ്റ് ഓഫ് മെട്രിക്സ് m/n മെട്രിക്സ് ആണ് എ. അതുപോലെ തന്നെ ഇവിടെ ബി ആണ്. ബി എന്ന് പറയുന്നതും ഒരു n/m മെട്രിക്സ് ആണ്. എം എന്ന് പറയുന്നത് <n ആണ്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന എ ബി അതുപോലെ തന്നെ ബി എനെ പറ്റിയൊക്കെയാണ്, സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്ത് മെട്രിക്സാണ്, m/n മെട്രിക്സ്. ബി എന്ന് പറയുന്നത് n/m മെട്രിക്സ് ആണ്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എന്താണ്, അത് m/m മെട്രിക്സ് ആണ്. പിന്നെ ബി എ എന്ന് പറയുന്നതോ, ബി എ എന്ന് പറയുന്നത് ഇവിടെ n/n മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം സെറ്റായി. ഇനി ഇവിടെ ഈ എ ബി എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആവണമെങ്കിൽ അതെന്തായിരിക്കണം, ഇൻവേർട്ടിബിൾ ആയിരിക്കണം. അതായത് ഈ എ ബിൻ്റെ റാങ്ക് എന്താവണം, എം ആയാൽ എന്താണ്, അത് ഇൻവെർട്ടിബിൾ ആണ്, അത് നോൺ സിംഗുലാർ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ബി എയുടെ റാങ്ക് എൻ ആയാലും ഈ സെയിം തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്കിനി ഈ പറയുന്ന നോൺ സിംഗുലർ ആണോ അല്ലെങ്കിൽ സിംഗുലർ ആണോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് എന്ത് വേണം, ഇപ്പോൾ റാങ്ക് ഓഫ് എ ബി, അതുപോലെ തന്നെ റാങ്ക് ഓഫ് ബി എ. ഓക്കെ, ഇപ്പോൾ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എം എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് എന്താണ്, ഈക്വൽ ടു എം ആണെങ്കിൽ എന്താണത്, ഇൻവെർട്ടിബിൾ ആണ്. അപ്പോൾ നോൺ സിംഗുലാർ എന്ന് പറയാനായിട്ടൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ റാങ്ക് ഓഫ് എ ബി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്, അതിന് മുന്നായിട്ട് നമുക്ക് റാങ്ക് ഓഫ് എ കണ്ടുപിടിക്കാം. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് മിനിമം ഓഫ് എയുടെ റാങ്കാണ്. അതായത് നമ്പർ ഓഫ് എന്താണ്, റോസ്. ഇവിടെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എന്താണ്, എം, കോമ നമ്പർ ഓഫ് കോളംസ്. ഇവിടെ കോളം എന്താണ്, എൻ ആണ്. ഇനി ഇതിൽ എം ആണോ എൻ ആണോ ചെറുത്, എം അല്ലേ. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എം ആയിട്ട് കിട്ടി. ഇനി റാങ്ക് ഓഫ് ബി നമുക്ക് കാണണം. റാങ്ക് ഓഫ് ബിൻ്റെ ഇക്വേഷൻ എന്താണ്, റാങ്ക് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്, മിനിമം ഓഫ് റാങ്ക് ഓഫ് ബി എന്ന് പറയുന്നത് മിനിമം ഓഫ് നമ്പർ ഓഫ് റോസ് ഇൻ ബി എന്ന് പറയുന്നത് എന്താണ്, എൻ, കോമ നമ്പർ ഓഫ് കോളംസ് ഇൻ ബി എന്ന് പറയുന്നത് എം. ഇതിൻ്റെ മിനിമം എന്താണ്, എം ആണ്. ഓക്കെ ആണോ? ഇനി റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്, റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ കോമ റാങ്ക് ഓഫ് ബി ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്ന എം, ഇവിടെ റാങ്ക് ഓഫ് ബി എം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എം. ഓക്കെ, അപ്പോൾ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി, നമുക്ക് എം ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. അപ്പോൾ എന്താണ്, റാങ്ക് ഓഫ് എ ബി എം ആവാം, എമ്മിനേക്കാൾ ചെറുതാവാം. ഓക്കെ, അതായത് എപ്പോഴും എന്താണ്, നോൺ സിംഗുലർ എന്ന് പറയാൻ പറ്റുമോ, ഇല്ല.
ഓക്കെ, എപ്പോഴും നോൺ സിംഗുലർ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല, അതുപോലെ തന്നെ എപ്പോഴും സിംഗുലർ ആണെന്നും പറയാനായിട്ട് പറ്റത്തില്ല. നോൺ സിംഗുലർ ആവാം എപ്പോൾ ഈക്വൽ ടു എം വരുമ്പോൾ, ബാക്കി സമയത്ത് എന്താണ് സിംഗുലറായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം തീരുമാനമായല്ലോ. ഇനി റാങ്ക് ഓഫ് ബി എ ആണ് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഈ റാങ്ക് ഓഫ് ബി എ എന്ന് പറയുന്നത് എന്താണ്? മിനിമം ഓഫ് റാങ്ക് ഓഫ് എ കോമ റാങ്ക് ഓഫ് ബി ആണ്. ഓക്കെ, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എം ആണ്. റാങ്ക് ഓഫ് ബി എന്ന് പറയുന്നതും എം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എം. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ എൻ ആണ്. ഓക്കെ, അപ്പോൾ റാങ്ക് ഓഫ് ബി എ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ എൻ എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഓൾവേസ് സിംഗുലാർ. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റല്ലേ? കറക്റ്റ് ഓപ്ഷൻ ബി എ ഈസ് ഓൾവേസ് സിംഗുലാർ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സിംഗുലാരിറ്റി ആയിട്ട് അല്ലെങ്കിൽ നോൺ സിംഗുലാരിറ്റി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഈ പറയുന്ന റാങ്ക് ഫുൾ റാങ്ക് ആണോ കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട റിലേഷൻ എന്താണ്? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് ബി. ഓക്കെ, അപ്പോൾ റാങ്ക് ഓഫ് എ എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ റാങ്ക് ഓഫ് എ കാണാനുള്ള ഇക്വേഷൻ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് എന്താണ്? നമ്പർ ഓഫ് കോളംസ് നമ്പർ ഓഫ് റോസ് ഇൻ എ, നമ്പർ ഓഫ് കോളംസ് ഇൻ ബി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണേ. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ദാറ്റ് മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലെറ്റ് എ എലമെൻ്റ് ഓഫ് ഒരു 3/3 മെട്രിക്സ് ആണ് വിത്ത് റാങ്ക് 2 ആണ്. ഓക്കെ, അപ്പോൾ എയിൻ്റെ റാങ്ക് എന്താണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് എയിൻ്റെ റാങ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, എയുടെ റാങ്ക് 2 ആണെങ്കിൽ എ ട്രാൻസ്പോസ് എയുടെ റാങ്ക് എന്തായാലും എക്സാക്ട്ലി എന്തായിരിക്കും? 2 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എയുടെ റാങ്ക് എന്താണോ അത് തന്നെയായിരിക്കും, എക്സാക്ട്ലി ആ സെയിം തന്നെയായിരിക്കും എന്ത്? എ ട്രാൻസ്പോസ് എയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ D1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ D2 എന്ന് പറയുന്ന ഒരു മെട്രിക്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന D1ഉം D2ഉം ഈക്വൽ ആണോ? D1 ഈക്വൽ ടു 2 ടൈംസ് D2 ആണോ? D1 ഈക്വൽ ടു മൈനസ് D2 ആണോ? 2D1 ഈക്വൽ ടു D2 ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ D1 തന്നിട്ടുണ്ട്, D2 തന്നിട്ടുണ്ട്, നമ്മളോട് ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോൾ കാഴ്ചയിൽ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഈ D1ൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കുവാണേ. അതായത് എ ബി സി എക്സ് വൈ ഇസഡ് പി ക്യു ആർ, അതായത് എ ഇൻറ്റു വൈ ആർ മൈനസ് ക്യു ഇസഡ് മൈനസ് ബി ഇൻറ്റു എക്സ് ആർ മൈനസ് പി ഇസഡ് പ്ലസ് സി ഇൻറ്റു എക്സ് ക്യൂ മൈനസ് പി വൈ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെയും കൂടി ജസ്റ്റ് ഫൈൻഡ് ചെയ്യുവാണ്. അതായത് മൈനസ് എക്സ് ഇൻറ്റു മൈനസ് ബി ആർ മൈനസ് സി ക്യൂ, അതായത് പ്ലസ് സി ക്യൂ. ഇനി അടുത്തത് മൈനസ് എ ഇൻറ്റു വൈ ആർ മൈനസ് ഇസഡ് ക്യൂ, ഇസഡ് ക്യൂ പ്ലസ് മൈനസ് പി
സോ മൈനസ് പി ഇൻറ്റു മൈനസ് വൈ സി പ്ലസ് ഇസഡ് ബി. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്തു എന്നുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് ബി ആർ മൈനസ് എക്സ് സി ക്യൂ മൈനസ് എ വൈ ആർ പ്ലസ് എ ഇസഡ് ക്യൂ പ്ലസ് പി വൈ സി മൈനസ് പി ഇസഡ് ബി. ഇവിടെ നോക്കുവാണെങ്കിൽ എ വൈ ആർ മൈനസ് എ ക്യൂ ഇസഡ് മൈനസ് ബി എക്സ് ആർ പ്ലസ് ബി പി ഇസഡ് പ്ലസ് സി എക്സ് ക്യൂ മൈനസ് സി പി വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, എ വൈ ആർ ഇവിടെ മൈനസ് എ വൈ ആർ ആണ് കിടക്കുന്നത്. ഇനി ഇവിടെ മൈനസ് എ ക്യൂ ഇസഡ്, ഇവിടെ പ്ലസ് എ ക്യൂ ഇസഡ് ആണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ മൈനസ് ബി എക്സ് ആർ ആണ് കിടക്കുന്നത്, ഇവിടെ പോസിറ്റീവ് ബി എക്സ് ആർ ആണ് കിടക്കുന്നത്, ഇവിടെ ബി പി ഇസഡ് പോസിറ്റീവ് ആണ് കിടക്കുന്നത്, ഇവിടെ നെഗറ്റീവാണ് കിടക്കുന്നത്, ഇവിടെ പ്ലസ് സി എക്സ് ക്യൂ ആണ് കിടക്കുന്നത്, ഇവിടെ മൈനസ് സി എക്സ് ക്യൂ കിടക്കുന്നു, ഇവിടെ മൈനസ് സി പി ക്യൂ കിടക്കുന്നു, ഇവിടെ പ്ലസ് സി പി ക്യൂ കിടക്കുന്നു. അപ്പോൾ എന്താണ്, എല്ലാം ഓപ്പോസിറ്റ് സൈനാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, D1 ഈക്വൽ ടു D2 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. D1 ഈക്വൽ ടു 2 ടൈംസ് D2 ആണോ? അതുമല്ല. D1 ഈക്വൽ ടു മൈനസ് D2, അതായത് ഒരു മൈനസിലാണ് ഇവിടെ എന്ത് എടുക്കുന്നത്, ഡിഫറൻസ് എടുക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് എന്ത് വരുന്നത്, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മെട്രിക്സുകൾ ഈക്വൽ ആണോ എന്ന് നോക്കാനായിട്ട് നമുക്കിപ്പോൾ അതിൻ്റെ റോ റെഡ്യൂസ് ചെയ്തൊക്കെ പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, കാരണം ഇപ്പോൾ ഡിറ്റർമിനൻറ്റും നമ്മൾ ആ മെട്രിക്സിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ വരുമല്ലോ. അപ്പോൾ അത് ഓർത്തിരിക്കാം. റോ റിഡക്ഷൻ മാത്രമല്ല ഡിറ്റർമിനൻറ്റ് വഴി ചെയ്യാമെന്നുള്ള കാര്യം ഓർക്കുക. ഇനിയിപ്പോൾ the row space of a 20/50 matrix A has dimension 13. അതായത് നോക്കിക്കേ, the row space of a 20/50 matrix A has dimension 13 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡൈമെൻഷൻ ഓഫ് റോ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, 13 ആണ്. ഡൈമെൻഷൻ ഓഫ് റോ സ്പേസ് എന്താണ്, 13 ആണ്. അതായത് റാങ്ക് എന്ന് പറയുന്നത്, 1 സെക്കൻഡ്, ഇവിടെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്, റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 13 ആണ്. ഇനി ഇവിടെ വാട്ട് ഈസ് ഡൈമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസ് ഓഫ് എ എക്സ് ഈക്വൽ ടു 0? ഡൈമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസിൻ്റെ ഡൈമെൻഷൻ, അതായത് എന്താണ് ഇവിടെ തന്നേക്കുന്നത്, നള്ളിറ്റി. ഓക്കെ, ഡൈമെൻഷൻ ഓഫ് നൾ സ്പേസ് അല്ലെങ്കിൽ സൊല്യൂഷൻ സ്പേസ് അല്ലെങ്കിൽ നള്ളിറ്റി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന ഒരെണ്ണം ഉണ്ട്, റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് ദി വെക്റ്റർ സ്പേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, അതായത് നമ്മുടെ 50 ആണ്. ഓക്കെ, കോളം സ്പേസിൻ്റെ അതായത് 50. സോ റാങ്ക് എന്ന് വെച്ചാൽ 13 പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു 50 ആണ്. സോ നള്ളിറ്റി ഈക്വൽ ടു 50 മൈനസ് 13. ഓക്കെ, 50 മൈനസ് 13 എന്ന് പറയുന്നത് എന്താണ്, 37 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു ഡൈമെൻഷൻ. റാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഡൈമെൻഷൻ ഓഫ് റോ സ്പേസ് ആണ്. നള്ളിറ്റി എന്ന് പറയുന്നത് ഡൈമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസ്. അതുപോലെ തന്നെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. ഇവിടെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ബി എ 5/5 matrix
B be obtained by changing one element of A. Let R and S be the rank of A and B respectively. Which of the following statements are true എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതായത് എ എന്ന് പറയുന്നത് ഒരു 5x5 മെട്രിക്സ് ആണ്. ഓക്കെ, ബി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടായേക്കുന്നത് എയിലെ ഒരു എലമെൻറ്റിനെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് എന്തുണ്ടാക്കിയേക്കുന്നത്, ബി ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഏത് ഓപ്ഷനാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഇത് ഓർത്തിരിക്കുക ചേഞ്ചിങ് one entry changes rank by at most 1. Changing one entry changes rank by at most 1. അതായത് changes rank by increasing at most 1 or decreasing at most 1. ഓക്കെ, അതായത് ഒരു എൻട്രി മാറ്റിയാൽ ആ റാങ്ക് ചേഞ്ച് ആകും. ഓക്കെ, അറ്റ്മോസ്റ്റ് 1 മാക്സിമം 1 കൂടുക അല്ലെങ്കിൽ 1 കുറയുക. 1 ആണ് എന്ത് മാക്സിമം, ഒന്നുമില്ലെങ്കിൽ 1 കൂടും അല്ലെങ്കിൽ 1 കുറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരിക്കലും ഈക്വൽ ആവത്തില്ല അറ്റ്മോസ്റ്റ്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ കൂടും അല്ലെങ്കിൽ കുറയും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എസ് ഈക്വൽ ടു ആർ മൈനസ് 1 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അറ്റ്മോസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ എസ് നോട്ട് ഈക്വൽ ടു ആർ എന്ന് പറയാനും പറ്റത്തില്ല. ഇവിടെ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ പ്ലസ് 1 അത് ശരിയാ. പക്ഷേ ആർ മൈനസ് 1 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ആർ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പറയാമായിരുന്നു. പക്ഷേ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വയ്ക്കാം. അതായത് എന്താണ്, ഒരു മെട്രിക്സ് അതിൻ്റെ റാങ്ക് എന്തായിക്കോട്ടെ വേറൊരു മെട്രിക്സ് ആ മെട്രിക്സിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു എലമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു എൻട്രി ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ എന്താണ്, അവിടുത്തെ റാങ്ക് അതായത് എയിലുള്ള റാങ്കിനേക്കാൾ അറ്റ്മോസ്റ്റ് കറക്റ്റ് 1 കൂടും അല്ലെങ്കിൽ കറക്റ്റ് 1 കുറയും. ഓക്കെ, അതിൻ്റെ ഇടയിലായിരിക്കും നിൽക്കുന്നത്. മനസ്സിലായോ? അതായത് ആർ പ്ലസ് ആർ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ പ്ലസ് 1 നിൽക്കുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് യു ബി എ n/n മെട്രിക്സ് സച്ച് ദാറ്റ് യു ട്രാൻസ്പോസ് യു എന്ന് പറയുന്നത് 1 ആണ്. ഡിഫൈൻ എ ഈസ് ഈക്വൽ ടു ഐ മൈനസ് 2u ട്രാൻസ്പോസ് ആണ് വിച്ച് ആർ. അപ്പോൾ നമ്മളോട് ഇവിടെ യു എന്ന് പറയുന്നത് n/1 മെട്രിക്സ് ആണെന്നും യു ട്രാൻസ്പോസ് യു എന്ന് പറയുന്നത് 1 ആണെന്നും അതുപോലെ തന്നെ എ ഈസ് ഈക്വൽ ടു ഐ മൈനസ് 2u ട്രാൻസ്പോസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന സിംഗുലർ ആണോ, അതോ എ സ്ക്വയർ എന്ന് പറയുന്ന എ ആണോ, അതോ ട്രേസ് ഓഫ് എ എന്ന് പറയുന്ന n-2 ആണോ, അതോ എ സ്ക്വയർ എന്ന് പറയുന്ന നോട്ട് ഈക്വൽ ടു ഐ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. എ ഈസ് സിംഗുലർ. അപ്പോൾ അതായത് എന്താണ്, ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലർ ആണ്. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്, സിംഗുലർ ആണ്. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലർ ആണ്. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്യാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഐ മൈനസ് 2u
ട്രാൻസ്പോസ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റിസൾട്ടാണ് ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ മൈനസ് 2u ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1 മൈനസ് ഐ മൈനസ് യു ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1 മൈനസ് യു ട്രാൻസ്പോസ് യു ആണ്. ഓക്കെ, 1 മൈനസ് യു ട്രാൻസ്പോസ് യു ആണ്. ഓക്കെ ആണോ? അപ്പോൾ അതനുസരിച്ച് ഇവിടെ വരുമ്പോൾ എന്ത് വരും? 1 മൈനസ്, ഇവിടെ ഒരു 2 എടുക്കുന്നുണ്ടല്ലോ, ഇവിടെ നമുക്ക് ജനറലി പ്ലസ് ഇടാം. ഓക്കെ, അപ്പോൾ 1 പ്ലസ് യു ട്രാൻസ്പോസ് യു. അപ്പോൾ ഇവിടെ വരുമ്പോൾ 1 മൈനസ് 2 ടൈംസ് യു ട്രാൻസ്പോസ് യു എന്ന് കിട്ടുമല്ലോ. അതായത് 1 മൈനസ് 2 ടൈംസ് യു ട്രാൻസ്പോസ് യു എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 1 ആണ്. അതായത് 1 മൈനസ് 2 ഈക്വൽ ടു മൈനസ് 1 നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഇതെന്ത് പറയാം? ഇത് എ എന്ന് പറയുന്നത് നോൺ സിംഗുലാർ ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആകെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഡിറ്റ് ഓഫ് ഐ മൈനസ് അല്ലെങ്കിൽ ഡിറ്റ് ഓഫ് ഐ പ്ലസ് യു ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് യു ട്രാൻസ്പോസ് യു ആണെന്നുള്ള കാര്യം ഓർത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആവും, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എ സ്ക്വയർ എന്ന് പറയുന്നത് എ ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എ സ്ക്വയർ നമുക്കൊന്ന് ഫൈൻഡ് ചെയ്യാം. അതായത് ഐ മൈനസ് 2u ട്രാൻസ്പോസ് ഹോൾ സ്ക്വയർ ഫൈൻഡ് ചെയ്യാം. അതായത് ഐ മൈനസ് 2 ടൈംസ് 2u ട്രാൻസ്പോസ് പ്ലസ് ബി സ്ക്വയർ അല്ലേ? അതായത് 4u ട്രാൻസ്പോസ് യു ട്രാൻസ്പോസ് ഇൻറ്റു യു ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ഐ മൈനസ് 4u ട്രാൻസ്പോസ് പ്ലസ് 4 ഇവിടെ നമുക്കിതിനെ യു ട്രാൻസ്പോസ് യു ഇൻറ്റു യു ട്രാൻസ്പോസ് എന്ന് എഴുതാലോ. അതായത് ഐ മൈനസ് 4u ട്രാൻസ്പോസ് പ്ലസ് 4u, ഇതെന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ യു ട്രാൻസ്പോസ്. അപ്പോൾ ഇതും എന്താണ്? ക്യാൻസലായിപ്പോയി. റിമൈനിങ് എന്ത് വന്നു? ഐ വന്നു. അതായത് എ സ്ക്വയർ എന്തായിട്ടാണ് കിട്ടിയിരിക്കുന്നത്? ഐ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷനും എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്താണ്? ഡിയും തെറ്റാന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്? ഓപ്ഷൻ സി ആണ് ശരിയെന്ന് എത്താം. അതും കൂടി ഒന്ന് ചെയ്തു നോക്കാം. ട്രേസ് ഓഫ് എ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് ട്രേസ് ഓഫ് എ ഈക്വൽ ടു ട്രേസ് ഓഫ് ഐ മൈനസ് 2u ട്രാൻസ്പോസ് ആണ്. ഓക്കെ, അതായത് ട്രേസ് ഓഫ് ഐ മൈനസ് 2 ടൈംസ് ട്രേസ് ഓഫ് യു ട്രാൻസ്പോസ് ആണ്. ഇവിടെ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് ട്രേസ് ഓഫ് ഐ മൈനസ് 2u ട്രാൻസ്പോസ് ഈക്വൽ ടു ട്രേസ് ഓഫ് ഐ മൈനസ് 2 ട്രേസ് യു ട്രാൻസ്പോസ് ആണ്. നമുക്കിനി ട്രേസ് ഓഫ് ഐ എന്താണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഐ മൈനസ് 2u ട്രാൻസ്പോസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ സബ്സ്ട്രാക്ഷൻ പോസിബിൾ ആവുന്ന എങ്ങനെയാണ്? ഇതിൻ്റെ മെട്രിക്സിൻ്റെ സൈസ് എന്ത് തന്നെയാണോ അത് തന്നെ ആവണമല്ലോ ഐൻ്റെയും. അപ്പം നമുക്ക് ജസ്റ്റ് യു ട്രാൻസ്പോസിൻ്റെ എന്താണ് ഡൈമെൻഷൻ എത്രയാണെന്ന് നമുക്ക് നോക്കാം. യു എന്ന് പറയുന്നത് n/1 ആണ്. യു ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1/n ആണ്. അപ്പോൾ ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യു
ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അതൊരു n/n മെട്രിക്സ് ആണ്. അപ്പോൾ ഐ എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു n/n മെട്രിക്സ് ആണ്. അപ്പോൾ ട്രേസ് ഐ എന്ന് പറയുന്നത് എന്താണ്? ട്രേസ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താണ്? n ആണ്. കാരണം ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ്. ഇവിടെ ഡയഗണൽ എലമെൻസ് എല്ലാം 1 ആലോ ഐഡൻറ്റിറ്റിയുടെ കേസിൽ. അപ്പോൾ അതിൻ്റെ ഇതൊരു n/n മെട്രിക്സ് ആയതുകൊണ്ട് n വന്നു. ഓക്കെ, -2 ടൈംസ് ട്രേസ് ഓഫ് യു ട്രാൻസ്പോസ്. ട്രേസ് ഓഫ് യു ട്രാൻസ്പോസ് എന്താണെന്നാണ് നോക്കണ്ടേ. അപ്പോൾ ട്രേസ് ഓഫ് 1 സെക്കൻഡ് ഇവിടെ അതായത് ട്രേസ് ഓഫ് യു ട്രാൻസ്പോസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? ട്രേസ് ഓഫ് യു ട്രാൻസ്പോസ് ഈസ് സെയിം ആസ് ട്രേസ് ഓഫ് യു ട്രാൻസ്പോസ് യു. അപ്പോൾ ഇവിടെ ട്രേസ് ഓഫ് യു ട്രാൻസ്പോസ് യു എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 1. അതായത് 1 എന്ന് പറയുന്ന സ്കെയിലാറാണ്. അപ്പോൾ ഈ ട്രേസ് ഓഫ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ട്രേസ് ഓഫ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആയ 1, അതായത് ട്രേസ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? ട്രേസ് ഓഫ് 1 ഈക്വൽ ടു 1 ഇറ്റ്സെൽഫ്. അപ്പോൾ ഇവിടെ 2 × 1 ദാറ്റ് ഈസ് n-2 ആണ് വരിക. അപ്പോൾ അങ്ങനെയാണ് ഓപ്ഷൻ സി കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ ട്രേസ് ഓഫ് യു ട്രാൻസ്പോസ്, ട്രേസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ആ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ്. അത് തന്നെയായിരിക്കും എന്താണ്? ഇപ്പോൾ യു ട്രാൻസ്പോസ് യു ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡയഗണൽസിൻ്റെ സം എടുത്താലും സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് 2 ടൈംസ് ട്രേസ് ഓഫ് യു ട്രാൻസ്പോസിന് പകരം എന്തെടുത്തത്? ട്രേസ് ഓഫ് യു ട്രാൻസ്പോസ് യു എടുത്തത്. കാരണം ഇവിടെ യു ട്രാൻസ്പോസ് യു തന്നിട്ടുണ്ട്. ഓക്കെ, അല്ലാണ്ട് നമുക്കിവിടെ ട്രേസ് ഓഫ് യു ട്രാൻസ്പോസ് അറിയത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. ഓക്കെ ആണോ? ഇവിടെ നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് ഓൾ റിയൽ 3/3 മെട്രിക്സ് സച്ച് ദാറ്റ് എ ട്രാൻസ്പോസ് എ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ സെറ്റ് എ കണ്ടെയ്ൻസ്, എയിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. എ ട്രാൻസ്പോസ് എ ആണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ എ ട്രാൻസ്പോസ് എയുടെ റാങ്ക് എന്തുവാ? 1 അല്ലേ? സംശയമില്ലല്ലോ. ഇനി ഇപ്പോൾ എ ട്രാൻസ്പോസ് എയുടെ റാങ്ക് എന്താണോ അത് തന്നെയായിരിക്കും ആരുടെ റാങ്ക്? എയുടെ റാങ്കും. അപ്പോൾ നമുക്ക് ഷുവറായിട്ട് ഇത് പറയാലോ, എ മെട്രിക്സ് ഓഫ് റാങ്ക് 1. എ മെട്രിക്സ് ഓഫ് റാങ്ക് 2 പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇനി എ നിൽ പൊട്ടൻറ്റ് മെട്രിക്സ് ഓഫ് റാങ്ക് 2. നിൽ പൊട്ടൻറ്റ് മെട്രിക്സ് എന്താ? എ റേസ് ടു n എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഐ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ എയുടെ റാങ്ക് 1 ആണെങ്കിൽ അതിൻ്റെ പവർ എന്തും ആയിക്കോട്ടെ എന്തായിരിക്കും? അതിൻ്റെ റാങ്ക് 1 തന്നെയായിരിക്കും. ഓക്കെ, അതായത് എയുടെ റാങ്ക് എന്ത് തന്നെയാണോ അതിൻ്റെ പവറും എന്ത് തന്നെയായിരിക്കും? ആ സെയിം റാങ്ക് തന്നെയായിരിക്കും. ഓക്കെ, സെയിം റാങ്ക്. ഓക്കെ ആണോ? അപ്പോൾ ഇത് വരുമോ? അതും വരത്തില്ല. പിന്നെ എ നോൺ സീറോ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എ എന്ന് പറയുന്ന ഒരു നോൺ സീറോ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എ ഒരു നോൺ സീറോ ആയിട്ടുള്ള സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് വരുമോ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എപ്പോഴും എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ഒരു നോൺ സീറോ ആയിട്ടുള്ള ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും അത്? അല്ല. അപ്പോൾ ഈ ഓപ്ഷനും എന്താണ്? തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എ ബി എ 4/7 റിയൽ മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് 4/7 മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് 7/1 റിയൽ മെട്രിക്സ് ആണ്. സച്ച് ദാറ്റ് എ ബി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? അപ്പോൾ എ ബി എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് 4/7 മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് 7/1 മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 7/4 ആണ്. അപ്പോൾ 7/4. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എന്താണ്? 4/4 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് 4/4 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും നമുക്ക് തന്നിരിക്കുന്നതിന് കിട്ടിയ സാധനങ്ങളാണ്. സോ ഇവിടെ
റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 4 ആണോ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു 0 ആണോ എന്ന്, റാങ്ക് ഓഫ് എ ഈക്വൽ ടു 7 ആണോ, ബി എ ഈക്വൽ ടു ഐ ആണോ. അപ്പം നമുക്കറിയാവുന്നൊരു കാര്യമാണ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് നമ്പർ ഓഫ് റോസ് ഇൻ എ എന്ന് പറയുന്നത് എന്താ 4, നമ്പർ ഓഫ് കോളംസ് ഇൻ എ 7 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. ഓക്കെ, അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താവാൻ ചാൻസ് ഉണ്ട്, 4 ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ റാങ്ക് ഓഫ് എ എന്താവത്തില്ല, 7 ആവത്തില്ല. ഓക്കെ, ഇനി നമുക്ക് നള്ളിറ്റീനെ പറ്റി ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു ഡൈമെൻഷൻ, അതായത് നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്, 4 പ്ലസ് നള്ളിറ്റി അറിയത്തില്ല ഈക്വൽ ടു ഡൈമെൻഷൻ. ഇവിടെ ഡൈമെൻഷൻ എന്താണ്, നമ്പർ ഓഫ് കോളംസ് ഇൻ മെട്രിക്സ് എ എന്ന് പറയുന്നത് 7 ആണ്. സോ നള്ളിറ്റി എന്താണ്, ഈക്വൽ ടു 7 മൈനസ് 4 ഈക്വൽ ടു 3 ആണ് വരിക. അപ്പോൾ ഈ ഓപ്ഷനും എന്തല്ല, ശരിയല്ല. ഇനി ഇവിടെ ബി എ ഈക്വൽ ടു ഐ, അതായത് ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്, 7/4 മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നതും ഒരു 4/7 മെട്രിക്സ് ആണ്. അപ്പം ബി എ എന്ന് പറയുന്നത് ഒരു 7/7 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, അതായത് എ ബി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവണമെങ്കിൽ അവിടെ more columns less rows, അതായത് കോളംസ് കൂടുതലായിരിക്കണം റോസിനേക്കാളും, അല്ലേ? കോളംസ് കൂടുതലാണ് റോസിനേക്കാളും. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്താണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് കിട്ടും. ഒരു ട്രിക്കാണ്, ആ ട്രിക്ക് ഓർത്തിരിക്കുക. ഇനിയിപ്പോൾ ബി എ എന്ന് പറയുന്നത് ഈക്വൽ ടു ഐ, അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സ് 7/7 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവണമെങ്കിൽ ഇവിടെ ബി എ എന്ന് പറയുന്നത് 7/7 ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണമെങ്കിൽ ഇവിടെയും ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് മോർ കോളംസ് ആവണം, ലെസ് റോസ് ആവണം. ഇവിടെ എന്താണ്, റോസ് ആണ് കൂടി നിൽക്കുന്നത്, കോളമാണ് ഇവിടെ കുറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ ഡിയും എന്താണ്, തെറ്റാന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ബി എലമെൻറ്റ് ഓഫ് n/n മെട്രിക്സ് ആണ് സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു 0. അതായത് റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് ബി എ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. കൂടാണ്ട് എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണ്. ഇവിടെ ഏതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് ബി, റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി ഈക്വൽ ടു n, അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു റിലേഷൻ നമുക്ക് നോക്കാം. റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി, റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി മൈനസ് n എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. ഓക്കെ, ഇനി ഇവിടെ റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി മൈനസ് n എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി എന്താണ്, ഇവിടെ 0 ആണ്. അതായത് റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അതായത് റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി എന്താവാം, ഈക്വൽ ടു n ആകാം. ഓക്കെ, ക്ലിയർ ആണോ? ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പിച്ച് പറയാം, അതായത് റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താ, റാങ്ക് ഓഫ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് ബി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ്
റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? റാങ്ക് ഓഫ് എ ഇവിടെ റാങ്ക് ഓഫ് എ മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് റോസ് ഇൻ എ കോമ നമ്പർ ഓഫ് കോളംസ് ഇൻ ബി ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് എൻ ആൻഡ് എൻ, ദാറ്റ് ഈസ് എൻ ഇറ്റ് സെൽഫ്. അപ്പോൾ എൻ കോമ എൻ, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടി? എൻ കിട്ടി. നമുക്കൊരു കാര്യം കൂടി പറയാം. എ പ്ലസ് ബി ഈസ് ഇൻവെർട്ടിബിൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണ്, അതായത് ഫുൾ റാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ റാങ്ക് ഓഫ് എ പ്ലസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റ് എ ബി എന്ന് പറയുന്നത് ഒരു n/n സ്ക്വയർ മെട്രിക്സ് ആണ്. ഇവിടെ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നാണ് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് ബി എ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, അതുപോലെ തന്നെ എ പ്ലസ് ബി ഈസ് ഇൻവെർട്ടിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റാങ്ക് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഫുൾ റാങ്ക് ആണ്, അതായത് ഇവിടെ n ആണ്. ഓക്കെ, നമ്മളോട് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ട്രൂ അല്ലാത്ത എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ബിയും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എ എന്ന് പറയുന്നത് സപ്പോസ്, അതായത് ഇപ്പോൾ ഞാൻ എ എന്ന് പറയുന്നത് ഞാനിവിടെ ഐ ആയിട്ടെടുത്തു, ബി എന്ന് പറയുന്നത് 0 ആയിട്ടെടുത്തു. അപ്പോൾ എ ബി എനിക്ക് എന്ത് തന്നെ കിട്ടി? എ ബി എന്ന് പറയുന്നത് 0 ആയിട്ട് തന്നെ കിട്ടി, അല്ലെങ്കിൽ ബി എ എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നതിൻ്റെ റാങ്ക് ഐഡൻറ്റിറ്റി മെട്രിക്സാണ്, അതായത് എന്നാ. റാങ്ക് ഓഫ് ബി എന്താ? 0യാ. അപ്പോൾ ഇത് ഈക്വൽ ആണോ? അല്ല. ഓക്കെ, ഇനി അടുത്തത് റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി ഈക്വൽ ടു എൻ എന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നൊരു റിലേഷനാണ് റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി മൈനസ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി മൈനസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാലോ. ഓക്കെ, വീണ്ടും നമുക്ക് എഴുതാം റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി എന്താകാൻ ചാൻസ് ഉണ്ട്? ഇവിടെ n ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ട്രൂ ആയിട്ട് പറയാം. നമുക്ക് ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ ഇപ്പോൾ എ പ്ലസ് ബി ഇൻവെർട്ടിബിൾ ആയതുകൊണ്ട് റാങ്ക് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു എൻ എന്ന് പറയാം. ഇനി എയും ബിയും ഒരു n/n മെട്രിക്സ് ആയതുകൊണ്ട് റാങ്ക് ഓഫ് എ പ്ലസ് ബി എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് എന്ത് തന്നെ പറയാം? റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി ഈക്വൽ ടു എൻ എന്ന് പറയാം. അപ്പോൾ വേറൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് റാങ്ക് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി. ഓക്കെ, വെയർ എ കോമ ബി ആർ n/n മെട്രിക്സ്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതും കൂടി പറയാലോ നമുക്ക്. കാരണം റാങ്ക് ഓഫ് എനെ നമുക്ക് എങ്ങനെ എഴുതാം? റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു എന്താണ്? ഡൈമെൻഷൻ, അതായത് നമ്പർ ഓഫ് കോളംസ് ആണ്. അപ്പോൾ റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഇവിടെ n. ഓക്കെ, അപ്പോൾ ഇവിടെ റാങ്ക് ഓഫ് എനെ നമുക്ക് n മൈനസ് നള്ളിറ്റി ഓഫ് എ എന്ന് എഴുതാം. അതുപോലെ തന്നെ സിമിലർലി റാങ്ക് ഓഫ് ബി എങ്ങനെ എഴുതാം? ഇവിടെ n മൈനസ് നള്ളിറ്റി ഓഫ് എ പ്ലസ് n മൈനസ് നള്ളിറ്റി ഓഫ് ബി എന്ന് എഴുതാം, ഈക്വൽ ടു n എന്ന് എഴുതാം. ഓക്കെ, ഇനി മൈനസ് നള്ളിറ്റി ഓഫ് ബീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? നള്ളിറ്റി ഓഫ് ബി. ഈ മൈനസ് നള്ളിറ്റി ഓഫ് എന് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. നള്ളിറ്റി ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് ബി ആകും. ഇനി ഈ എന്നിൻ്റെ അടുത്തേക്ക് ഇവിടെ എന്താണ്? n പ്ലസ്
എൻ, 2n. ഈ 2nൻ്റെ അടുത്തേക്ക് n വരുമ്പോൾ എന്താകും n. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടി. ഇനി ഇവിടെ a മൈനസ് ബി ഇൻവെർട്ടിബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് a മൈനസ് ബി ഹോൾ സ്ക്വയർ എടുക്കാം. ഓക്കെ, a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ a സ്ക്വയർ മൈനസ് 2 ടൈംസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, അതായത് എന്താണ് എ സ്ക്വയർ മൈനസ് 2 ടൈംസ് എ ബി എന്ന് വെച്ചാൽ 0 പ്ലസ് ബി സ്ക്വയർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല, കാരണം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ ബി 0 തന്നെയാണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നതിനും പ്രശ്നമില്ല. ഇവിടെ എ പ്ലസ് ബി എന്താണ്? ഇൻവെർട്ടിബിൾ ആണ്. ഓക്കെ, എ പ്ലസ് ബി ഇൻവെർട്ടിബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ പ്ലസ് ബി ഇൻവെർട്ടിബിൾ ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അതായത് എ പ്ലസ് ബി ഇൻവെർട്ടിബിൾ ആണെങ്കിൽ എ മൈനസ് ബിനോട് ഈക്വൽ ആയതുകൊണ്ട് എ മൈനസ് ബി എന്താണ്? ഇൻവെർട്ടിബിൾ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let A be a n by n matrix with each entry is equal to 1, minus 1 or 0 such that every column has exactly 1, 1 and exactly 1 minus 1. Then we can conclude that. അപ്പോൾ ഒരു കോളത്തിൻ്റെ സം എന്തായാലും എന്തായിരിക്കും? അതായത് ഓരോ കോളത്തിൻ്റെയും സമ്മ് എന്തായാലും എന്താണ്? 0 ആണ്. കാരണം ഒരു 1ഉം ഉണ്ടാവും, ഒരു -1ഉം എന്തായാലും ഉണ്ട്. അതും ഒരെണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്താണ്? 0 അപ്പോൾ അതിൻ്റെ ഡൈമെൻഷൻ എന്ത് സംഭവിക്കും? അവിടെ ഡൈമെൻഷനിൽ 1 കുറയും. ഓക്കെ, ഡൈമെൻഷൻ 1 കുറയും. സോ നമുക്ക് എന്താണ് ഇവിടെ വരുന്നത്? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ ആണോ? ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എ ബി എ 5x5 മെട്രിക്സ് ആൻഡ് ഡൈമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസ് എ എക്സ് ഈക്വൽ ടു 0 ഈസ് അറ്റ്ലീസ്റ്റ് 2. ദെൻ അതായത് എ എന്ന് പറയുന്നത് ഒരു 5x5 മെട്രിക്സ് ആണ്. ഡൈമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നത്, അതായത് നള്ളിറ്റി എന്ന് പറയുന്നത് എന്താണ്? നള്ളിറ്റി എന്ന് പറയുന്നത് ഈസ് അറ്റ്ലീസ്റ്റ് 2. അതായത് നള്ളിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു എന്താണ്? ഡൈമെൻഷൻ നമ്പർ ഓഫ് കോളംസ് ഇൻ എ, അതായത് 5 ആണ്. അപ്പോൾ ഇവിടെ റാങ്ക് അറിയത്തില്ല. റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ നള്ളിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അതായത് 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. അപ്പോൾ നള്ളിറ്റി ഓഫ് എ 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ റാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? റാങ്ക് എന്ന് പറയുന്നത് സപ്പോസ് ഇവിടെ 2 വന്നാൽ 3 വരും അല്ലേ? ഇനിയിപ്പോൾ 5 വന്നാൽ 0 വരും, 4 വന്നാൽ 1 വരും, ഇവിടെ 3 വന്നാൽ 2 വരും. അതായത് എന്താണ്? റാങ്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഓക്കെ, റാങ്ക് ഓഫ് എ അല്ലേ? സോറി റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. റാങ്ക് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണ്. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നള്ളിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എക്ക് എന്താണ് വരാവുന്ന വാല്യൂസ്? 0, 1, 2, 3 ആണ് പറ്റുള്ളൂ. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്.
ഓക്കെ, അതായത് റാങ്ക് ഓഫ് എ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ നമ്മുടെ മെട്രിക്സ് തിയറിയിൽ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. നെക്സ്റ്റ് ഇതിൽ നമ്മൾ വെക്റ്റർ സ്പേസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെക്റ്റർ സ്പേസ് ആൻഡ് സബ് സ്പേസ് ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.